ആഫ്റ്റർ ആൻഡ്രോമേഡ അപ്ഡേറ്റ് നമുക്ക് കുറേ അധികം ക്യാമ്പയിൻസ് വർക്ക് ആവുന്നില്ല അല്ലേ. സോ അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച മാതിരിയല്ല നമ്മുടെ CPL വർക്ക് ആയി കണ്ടിരിക്കുന്നത്. സോ CPL ഭയങ്കര ഹൈയും അതുപോലെ തന്നെ ഇറക്കുന്ന ബഡ്ജറ്റിന് നിങ്ങൾക്ക് കുറച്ചധികം ബെറ്റർ റിസൾട്ട്സ് കിട്ടാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ റീസൺ എന്താണ്, അതുപോലെ തന്നെ ഇതെങ്ങനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് വർക്ക് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്, ക്രിയേറ്റീവ് ടെസ്റ്റിംഗ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. സോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വർക്ക് ആവാത്തത് എന്തുകൊണ്ടാണ് ക്യാമ്പയിൻസ് എന്നുള്ളത് നിങ്ങളൊന്ന് തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് എന്താ പറയുക, ഇന്നത്തെ ഒരു ടാർഗറ്റിംഗ് മെത്തേഡ്, ഓഡിയൻസ് ടാർഗറ്റിംഗ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവിൽ തന്നെയാണ്. പണ്ട് കോൾഗേറ്റും അതുപോലെ തന്നെ എന്താ പറയുക ക്ലോസപ്പും പോലെയുള്ള ബിഗ് ബ്രാൻഡ്സ് എന്താ പറയുക TV കാണുന്ന ആഡ്സിൽ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ കസ്റ്റമേഴ്സ് ഇത് കണ്ടാൽ മതി, അല്ല എൻ്റെ അല്ലാത്ത കസ്റ്റമേഴ്സ് ഇത് കാണണ്ട എന്നുള്ളൊരു റൂൾ വെച്ചിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റീവ്സ് വരെ നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാൻ ഉള്ളൊരു മെത്തേഡ് ശരിക്കും പണ്ട് മുതലേ കണ്ടുപിടിച്ച ഒരു രീതി തന്നെയാണ്. ബട്ട് സ്റ്റിൽ വി ആർ നോട്ട് ഫോക്കസിങ് ഓൺ ഇറ്റ് എന്നുള്ളത് തന്നെയാണ്. സോ ഇതിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ക്രിയേറ്റീവ് ടെസ്റ്റിംഗ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇന്ന് ഓഡിയൻസിനെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ചെയ്യാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റൊരു പുതിയ ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാം, കസ്റ്റമേഴ്സിൻ്റെ പേഴ്സൂണെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കാം. ലൈക്ക് എല്ലാം പഴയത് തന്നെയാണ്. നമ്മൾ ആസ് എ മാർക്കറ്റർ എന്നുള്ളൊരു ബേസിക്സിൽ നമ്മൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് തിങ്സ് ആർ സിമിലർ അറ്റ് ഓൾ. സോ